യോഗ തെറാപ്പി കോഴ്സ് എങ്ങനെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? നമ്മളൊരു 500 മണിക്കൂറിൻ്റെ ഒരു കോഴ്സാണ്. അത് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത്, യോഗ അലയൻസിൻ്റെ. പിന്നെ നമ്മളിത് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് യോഗ തിയറിയും പിന്നെ പ്രാക്ടിക്കലും ഇത് രണ്ടും ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്, തുല്യ പ്രാധാന്യത്തോടു കൂടി. അതായത് ഒരു പക്ഷിക്ക് ഒരു ചെറുകൊണ്ട് മാത്രം പറക്കാൻ കഴിയാത്തതുപോലെ ഒരു അറിവ് മാത്രം അല്ലെങ്കിൽ തിയറി മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് തെറാപ്പി ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് രണ്ടും കൂടി ഉണ്ടായി മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് 10 രീതിയിലാണ് നമ്മളിത് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ക്ലയൻസിന് എന്താണ് അസുഖം, അത് നമ്മൾ എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്യും. ആദ്യം എന്താണ് അസുഖം, എന്താണ് രോഗകാരണം, എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ, പിന്നെ നമ്മുടെ ശരീരത്തിന് ഏത് ഭാഗത്താണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, അതായത് മെഡിക്കൽ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ എക്സ്റേ, അതൊക്കെ നോക്കി അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെയുള്ള രീതികൾ. പിന്നെ ഏതൊക്കെ പോസുകളാണ് ആസനാസാണ് നമുക്ക് കൊടുക്കുന്നത്, എങ്ങനെയാണത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്, അപ്പോൾ നമ്മൾ ഏത് ഭാഗത്ത് മസിൽസാണ് വീക്കുക, അപ്പോൾ അതിനനുസരിച്ചുള്ള ആസനാസ് നമ്മൾ ഡിസൈൻ ചെയ്തും അങ്ങനെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളിപ്പോൾ ഹാൻഡ്സ് ഓൺ കറക്ഷൻ, നമ്മളത് ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഹാൻഡ്സ് ഓൺ കറക്ഷൻ കൈകൊണ്ട് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഇതിൽ കറക്റ്റ് ചെയ്യുക ഓരോ അസുഖങ്ങളും എന്നുള്ളതാണ്. പക്ഷേ ഈ യോഗ തെറാപ്പി എന്തുകൊണ്ടാണ് ഓഫ്ലൈൻ ആയിട്ട് കൊടുക്കാനുള്ള കാരണം? ഇതിൽ കൂടുതലും ഹാൻഡ്സ് ഓൺ കറക്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓഫ്ലൈനായിട്ട് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ പെർഫെക്ഷനിലേക്ക് വരിക. ഓൺലൈനായിട്ട് വരുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് ഇത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പെയറായിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിതിന് കൂടുതലും പ്രാക്ടിക്കൽ മാത്രം അല്ലല്ലോ, തിയറിയും പ്രാക്ടിക്കലും കൂടി കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ തിയറി മാത്രമായി കഴിഞ്ഞാൽ ഇതിലേക്ക് കൂടുതൽ റിസൾട്ട് കിട്ടില്ലല്ലോ കൂടുതലും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഓഫ്ലൈൻ പ്രിഫർ ചെയ്യുന്നത്.